ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെ. ഞാൻ 4 വർഷം മുൻപ് തൃശ്ശൂരിൽ അവൾക്കൊപ്പം എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ വെച്ച് ഞാൻ പറഞ്ഞപ്പോ എന്നെ എല്ലാരും കൂടെ അന്ന് കടിച്ചു കീറാൻ വന്നു. വിധി നേരത്തെ എഴുതി വെച്ചിരിക്കുന്നു എന്ന്. അത്രേ ഉള്ളൂ. അത് തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ. അത് ഇന്ന് വായിച്ചു എന്ന് മാത്രം. ഇതിനൊന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ അവൾ ഉണ്ടാക്കിയ ഒരു 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 ശക്തിയുണ്ട് ഇവിടെ, ഒരു ചരിത്രമുണ്ട്. അത് ഇല്ലാതെയാക്കാൻ ആർക്കും സാധിക്കില്ല. മനുഷ്യരുടെ കോടതിയിലെ ഇന്നത്തെ വിധി വന്നിട്ടുള്ളൂ. ഇനിയുമുണ്ട് കോടതികൾ, ഇനിയുമുണ്ട് ന്യായാധിപന്മാർ, ഇനിയുമുണ്ട് നല്ല വിധി തരുന്ന ജഡ്ജസ് ഇവിടെ ഉണ്ട്. ആ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് ഈ കഴിഞ്ഞ 3 ദിവസം ഈ മാധ്യമങ്ങളെല്ലാം അവൾക്ക് വേണ്ടി അഹോരാത്രം വാർത്ത ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. എല്ലാ മാധ്യമങ്ങളും അവളോടൊപ്പം തന്നെയായിരുന്നു. അതിന് താഴെ വന്ന പൊതുജനങ്ങൾ 90% പൊതുജനത്തിന്റെയും അഭിപ്രായം ഒന്ന് തന്നെയായിരുന്നു. ഇവരെല്ലാവരും പറഞ്ഞത് ഇതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളാരും ഷോക്ഡ് അല്ല. പക്ഷേ എവിടെയോ നമ്മൾക്ക് ഒരു 1% നമ്മളൊന്നും പ്രതീക്ഷിച്ചല്ലോ. 1% എവിടെയും ഒരു 1% നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവളെ തളർത്താനോ ഞങ്ങളുടെ ആരുടെയും പോരാട്ട വീര്യം ഇല്ലാതെയാക്കാനോ ഒന്നും ഒരു വിധിക്കും സാധിക്കില്ല. ഞങ്ങൾ ഇനിയും അവളോടൊപ്പം തന്നെ, ഞാൻ ഇപ്പോഴും അവളുടെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവളോടൊപ്പം തന്നെയാണ്. അവളോടൊപ്പം ഉള്ളവർ എല്ലാവരും അവസാനം വരെ അവളോടൊപ്പം തന്നെ ഉണ്ടാകും.